ഹലോ, വളരെ എളുപ്പത്തിൽ തന്നെ രുചികരമായൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? എങ്ങനെ ഇതുണ്ടാക്കുന്നത് നോക്കാം. ആദ്യമായി ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വയ്ക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ കടുകിടാം. കടുകെല്ലാം നല്ലതുപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ പച്ചമുളകും കഷ്ണങ്ങളാക്കിയ തക്കാളിയും ചേർത്ത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കനം കുറച്ച് അരിഞ്ഞു വെച്ച് സവാള ഇടാം. ഞാനിവിടെ 4 വലിയ സവാളയാണ് അതിനായി എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കണം. സവാള നല്ലതുപോലെ തന്നെ ഇപ്പോൾ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി അടച്ചു വെച്ച് 2-3 മിനിറ്റ് വേവിക്കണം. ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് 5 മിനിറ്റ് വേവിക്കാം. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായ മസാല തയ്യാറാക്കിയാലോ? ആദ്യമായി 1 സ്പൂൺ ഗരം മസാല ഇടാം. 1 സ്പൂൺ കുരുമുളക് പൊടിച്ചതിടാം. ആവശ്യത്തിന് മുളക് പൊടി ഇടാം. ഞാനിവിടെ 2 വലിയ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി ഇടാം. ഇനി ഇത് നല്ലതുപോലെ തന്നെ വറുത്തെടുക്കണം. ചെറിയ തീയിലിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ, ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഇപ്പോൾ ഇത് നല്ലതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് 5 മിനിറ്റ് നന്നായി തന്നെ വേവിച്ചെടുക്കണം. ഇപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കഷ്ണങ്ങളാക്കി 1 തക്കാളി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് 5 മിനിറ്റ് വേവിക്കാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ചിക്കൻ കറി എങ്ങനെ തയ്യാറായി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മറ്റു രുചികരമായ വീഡിയോയുമായി വരുന്നത് വരെ ബൈ.